നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ എം.പി. രസ്ന. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPIM ലോക്കൽ സെക്രട്ടറി KSEB ജീവനക്കാരനെ പാർട്ടി ഓഫീസിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചതായി പരാതി. അത്തിക്കോട് നടുപാളയം സ്വദേശി S വിദ്യാധരനാണ് മർദ്ദനമേറ്റത്. നീ എന്റെ അടുത്താ നീ നിന്റെ അടുത്ത് 1 മിനിറ്റ് അല്ല എന്റേത്. നീ ഞാൻ പറഞ്ഞിട്ട് നീ ഒരു ചെക്ക് ലീഫ് നീ കൊടുത്തോ ഇല്ലയോ? ഇതെന്ത് മനുഷ്യ പരിപാടിയാണ്? ഇതെന്താ എഴുതിയിരിക്കണെന്താ? ആരെഴുതിയിട്ടുണ്ട്? ആ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് നീ മനുഷ്യ മാറാന്ന് പറഞ്ഞ മാറാവിടെ. നീ ആരുടെ നീ ഇതാക്കണ്? അവനെ പറ്റിച്ചല്ല നീ എന്നെ പറ്റിക്കാൻ നിൽക്കാണ്. എന്നെ പറ്റിക്കാൻ നിൽക്കാണ് നീ. നിന്റെ ഓഫീസിൽ കയറി തല്ലും ചേര് കണ്ണ കാണണ കാണണ ഞാൻ ചോദിക്കണേ. നീ ഈ കാര്യം നീ എന്താ നീ ഉത്തരവാദില്ല. നിന്നെ തല്ലിക്കൊന്നിട്ട് ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം. ദൃശ്യങ്ങളുമായി ഷാരിക്ക് ഓഡിയോ സന്ദേശത്തിൽ തന്നെ കടുത്ത ഭീഷണിയാണല്ലോ. എന്തിന്റെ പേരിലായിരുന്നു ഈ മർദ്ദനം? ത്തിൽ തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ കൊഴിഞ്ഞാമ്പാറ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM അരുൺ പ്രസാദ് KSEB ജീവനക്കാരനായ, അതായത് അത്തിക്കോട് നടുപാളയം സ്വദേശിയായ വിദ്യാധരനെതിരെയാണ് ഇത്തരത്തിൽ വലിയ ഭീഷണി മുഴക്കുന്നത്. 28-ാം തീയതിയാണ് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പണമിടപാടിന്റെ പേരിൽ മധ്യസ്ഥത വഹിക്കാൻ പാർട്ടി ഓഫീസിലേക്ക് വിദ്യാധരനെ ഈ NM അരുൺ പ്രസാദ് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ ഇത് ചർച്ച നടത്തി. ഇതിനിടെ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്നാണ് KSEB ജീവനക്കാരൻ കൂടിയായ വിദ്യാധരനെ NM അരുൺ പ്രസാദ് മർദ്ദിച്ചതെന്ന് പറയുന്നു. ഇദ്ദേഹം ഉടനെ തന്നെ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകി. പോലീസ് എന്തായാലും NM അരുൺ പ്രസാദിനെതിരെ കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലാണ്. അതിനെ തുടർന്നും വീണ്ടും ഈ NM അരുൺ പ്രസാദ് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം. വീണ്ടും വിദ്യാധരനെ വിളിച്ച് വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രസ്ന. ശരി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് CPM ലോക്കൽ സെക്രട്ടറി KSEB ജീവനക്കാരനെ പാർട്ടി ഓഫീസിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസാണ് വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്കയുടെ പരാജയത്തിനു ശേഷം ഹോർമുസ് കടലിടുക്കിൽ പുതിയ അധ്യായം പിറവിയെടുക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനായി. ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് മുജ്തബയുടെ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന പുറത്തുവിട്ടത്. മേഖലയിലെ അരക്ഷിതാവസ്ഥയ്ക്കു കാരണം അമേരിക്കയുടെ സൈനിക സാന്നിധ്യമാണെന്നും മേഖലയിലുള്ളത് അമേരിക്കയുടെ പാവതാവളങ്ങളാണെന്നും മുജ്തബ തുറന്നടിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ പ്രസ്താവന ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ടത്. അമേരിക്കയുടെ പരാജയത്തിനു ശേഷം ഹോർമുസ് കടലിടുക്കിൽ പുതിയ അധ്യായം പിറവിയെടുക്കുമെന്നായിരുന്നു ദേശീയ പേർഷ്യൻ ഗൾഫ് ദിനത്തോടനുബന്ധിച്ച് മുജ്തബ എഴുതി തയ്യാറാക്കിയ പ്രസ്താവന. അമേരിക്കയുടെ സഹായമില്ലാത്ത ഭാവിയാണ് ഗൾഫിന് സംഭവിക്കുക. മേഖലയിലെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക സാന്നിധ്യമെന്നും മേഖലയിലുള്ളത് അമേരിക്കയുടെ പാവത്താവളങ്ങളെന്നും മുജ്തബ തുറന്നടിച്ചു. ഇറാൻ തങ്ങളുടെ ആണവ മിസൈൽ ശേഷികൾ സംരക്ഷിക്കുമെന്നും മുജ്തബ കൂട്ടിച്ചേർത്തു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്ക് 6 കര ഇടനാഴികൾ പാകിസ്ഥാൻ തുറന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനു പിന്നാലെ ഇറാനിലേക്കുള്ള 3000 ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ കറാച്ചിയിലും ഗോഡോർ തുറമുഖത്തും കുടുങ്ങിക്കിടക്കുകയാണ്. ഇവ ഇറാനിലെത്തിക്കാനാണ് പുതിയ കര ഇടനാഴി തുറന്നത്. ഇടനാഴി പാകിസ്ഥാനിലെ കറാച്ചി, കാസിം, ഗോഡോർ തുറമുഖങ്ങളെ ഇറാനുമായി ബന്ധിപ്പിക്കുന്നവയാണ്. അതേസമയം ഹോർമുസ് നിയന്ത്രണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഖത്തറിലേക്കും ബഹ്റൈനിലേക്കുമുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്നു മുതൽ ഇരു രാജ്യങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാകും. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കുമുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നിർത്തിവച്ചിരുന്നു. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും കുറവായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കുമുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്ന് കണ്ണൂരിലേക്കും കോഴിക്കോടേക്കുമാകും സർവീസ് ഉണ്ടാവുക. ദോഹയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട് സർവീസുകൾ ഉണ്ടാകും. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ കണക്ട് ചെയ്ത് പ്രതിദിനം 40-ലേറെ സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിലാണ് സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. 4 വിമാനത്താവളങ്ങളിൽ നിന്നും UAEയിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് സർവീസുണ്ട്. ബലിപെരുന്നാൾ അടുത്തതോടെ പ്രവാസികൾക്ക് ആശ്വാസകരമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. 24 ദുബായ്. ഇറാനെ
ഇറാനെതിരായ യുദ്ധത്തിന് ഇതുവരെ ചെലവായത് $2,500 കോടി എന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം. ഇന്ത്യൻ രൂപയിലാക്കിയാൽ ഇത് 2 ലക്ഷം കോടിയിലേറെ രൂപ വരും. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്കൻ സേന ശക്തമായ ആക്രമണം പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണവില ഉയരുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കടന്നു. യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ $2,500 കോടി ചെലവഴിച്ചുവെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥനായ ജൂൾസ് ഹെയ്സ്റ്റ് ഇന്നലെയാണ് UN കോൺഗ്രസിന്റെ ഹൌസ് ആൻഡ് സർവീസസ് കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ചെലവഴിക്കേണ്ട തുകയാണ് ട്രംപ് യുദ്ധത്തിൽ ചെലവഴിച്ചതെന്ന് ഡെമോക്രാറ്റുകൾ കടുത്ത വിമർശനമുയർത്തി. നാവിക ഉപരോധമാണ് നേരിട്ടുള്ള സൈനിക നടപടികളെക്കാൾ ഫലപ്രദമെന്നും ഉപരോധം ഇറാനെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ആണവ വിഷയത്തിൽ ഇറാനിൽ നിന്നും ഉറപ്പ് ലഭിക്കാതെ ഉപരോധം പിൻവലിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക നാവിക ഉപരോധം തുടർന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് അമേരിക്കൻ സൈന്യം പദ്ധതിയിടുന്നതായ റിപ്പോർട്ടുകളുണ്ട്. ഉപരോധം തുടരുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം മൂലം ബ്രന്റ് ക്രൂഡ് വില 122 ഉയർന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ട്രംപും 1.5 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. $50 കോടി ഇറാനിയൻ ക്രിപ്റ്റോ കറൻസി ആസ്തി അമേരിക്ക പിടിച്ചെടുത്തതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂറി ഇറാനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്നും സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. UAEയിൽ പെട്രോൾ വില കൂടി. 3 തരം പെട്രോളിനും 27 ഫിൽസ് വീതമാണ് വർദ്ധിച്ചത്. ഡീസൽ വിലയിൽ മാറ്റമില്ല. UAE ഫ്യുവൽ പ്രൈസിംഗ് കമ്മിറ്റിയാണ് ഓരോ മാസവും അവസാനം അടുത്ത മാസത്തേക്കുള്ള പെട്രോൾ ഡീസൽ വില തീരുമാനിക്കുന്നത്. ഇന്നു ചേർന്ന യോഗത്തിൽ മെയ് മാസത്തെ വിലയിൽ തീരുമാനമെടുത്തു. നാളെ മുതൽ പെട്രോൾ നിരക്കിൽ വർധനവുണ്ടാകും. 3 തരം പെട്രോളിനും 27 ഫിൽസ് കൂട്ടിയിട്ടുണ്ട്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.66 ദിർഹമാണ് നാളെ മുതൽ നൽകേണ്ടത്. ഈ മാസം ഇത് 3.39 ദിർഹമായിരുന്നു. 3.28 ദിർഹമായിരുന്ന സ്പെഷ്യൽ 95 പെട്രോളിന് ഇനി മുതൽ 3.55 ദിർഹം നൽകണം. E+ പെട്രോൾ നിരക്ക് 3.20 നിന്ന് 3.48 ദിർഹമായി ഉയർത്തി. ഡീസൽ വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ മാസം 35% വർധനവാണ് പെട്രോൾ ഡീസൽ നിരക്കിലുണ്ടായത്. ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ മാത്രമേ പെട്രോൾ ഡീസൽ നിരക്ക് കുറയുകയുള്ളൂ. ഒപെക്+ കൂട്ടായ്മകളിൽ നിന്ന് UAE പിന്മാറിയത് എണ്ണവിലയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അടുത്ത മാസത്തോടെ വ്യക്തമാകും. ഈ തീരുമാനം ഭാവിയിൽ എണ്ണവില കുറയ്ക്കാൻ കാരണമാകുമെന്നാണ് കരുതുന്നത്. 24 ദുബായ്. UAEയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 5 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ശനി ഞായർ ദിവസങ്ങൾ കൂടി കണക്കിലെടുത്താൽ 9 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. മെയ് 27 ബുധനാഴ്ചയാകും UAEയിൽ ബലിപെരുന്നാളെന്നാണ് കണക്കുകൂട്ടൽ. 25 മുതൽ 29 വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളാണ്. ഈ അവധിക്ക് മുൻപും ശേഷവുമുള്ള ശനി ഞായർ ദിവസങ്ങൾ കൂടി കൂട്ടുമ്പോൾ ആകെ 9 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർക്കും സ്റ്റാഫ്സിനും ഈ അവധി ബാധകമാണ്. ജൂൺ 1 ബലിപെരുന്നാൾ അവധികൾക്ക് ശേഷം ക്ലാസ് ആരംഭിക്കും. ജൂലൈ 3 UAE സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളിൽ അധ്യയന വർഷം അവസാനിക്കും. അതിനു മുൻപ് പരീക്ഷകൾ നടക്കുന്ന തീയതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ജൂൺ 15, 16 തീയതികളിലാണ്. ജൂൺ 24 മുതൽ ജൂലൈ 3 വരെ വാർഷിക പരീക്ഷയും. റിസൾട്ടുകൾ ജൂലൈ 20 പ്രഖ്യാപിക്കും. 24 ദുബായ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാന സർവീസ് സൗദിയിലെത്തി. ഇന്ത്യൻ കോൺസൽ ജനറലിന്റെ നേതൃത്വത്തിൽ ജിദ്ദയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് തീർത്ഥാടകർക്ക് ലഭിച്ചത്. ജിദ്ദയിൽ നിന്നും തീർത്ഥാടകർ റോഡ് മാർഗം മക്കയിലേക്ക് പോയി. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ വിമാനത്തിൽ ഫൈനാസ് വിമാനത്തിൽ 400-ലധികം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ തീർത്ഥാടകർക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, അതോടൊപ്പം തന്നെ ഹജ്ജ് കോൺസലും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഉദ്യോഗസ്ഥരും മലയാളികളായ സന്നദ്ധ പ്രവർത്തകരെല്ലാം ചേർന്നാണ് തീർത്ഥാടകരെ സ്വീകരിച്ചത്. അവർക്ക് സമ്മാനങ്ങളും മധുരവും ഒക്കെ വിതരണം ചെയ്ത് ആ തീർത്ഥാടകർക്ക് ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ജിദ്ദ വിമാനത്താവളത്തിൽ ലഭിച്ചത്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർക്ക് വിമാനത്താവളത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചു.
യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമ്മുടെ ഹാറ്റ് കാർഡ്, ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡ് അവിടെ പ്രദർശിപ്പിക്കാൻ പറയുകയും അത് നോക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഹാജിമാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ലഗേജുകൾ എടുക്കാതെ ഐഡന്റിഫൈ ചെയ്യാതെ നേരിട്ട് തന്നെ അവരുടെ ലഗേജുകൾ മക്കയിലെ താമസ സ്ഥലത്ത് എത്തിക്കും. ഇവിടെ നിന്ന് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് തീർത്ഥാടകർ നേരിട്ട് റോഡ് മാർഗം മക്കയിലേക്ക് പോകും. മക്കയിൽ ഉംറ നിർവഹിച്ച് ഹജ്ജ് കർമ്മങ്ങൾ കഴിയുന്നത് വരെ മക്കയിലാണ് ഈ തീർത്ഥാടകർ താമസിക്കുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിലാണ് ഇവിടെ എത്തിയത്. ഇവിടെ നല്ല സ്വീകരണമാണ്. എല്ലാവരും നമ്മളെ ഇതൊക്കെ സ്വീകരിച്ച് എന്താ പറയുക, ഒരുപാട് സന്തോഷം. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. ഒന്നും പറയാൻ കിട്ടില്ല സത്യം പറഞ്ഞ ഇവിടെ എത്തുന്ന സമയത്ത് വാക്കുകളില്ല. എന്തായാലും എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനത്തിനായി മദീനയിലേക്ക് പോകും. മദീനയിൽ 8 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മദീനയിൽ നിന്നായിരിക്കും മലയാളികളായ കേരള ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഔദ്യോഗിക പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് ചെയ്യുന്നത് മതപരമായി നിഷിദ്ധമാണെന്ന് സൗദി ഉന്നത പണ്ഡിത സഭ. അനുമതിയില്ലാതെ ഹജ്ജിന് ശ്രമിക്കുന്നത് പാപമാണെന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പണ്ഡിത സഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സൗദി ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെ 19ഓളം പ്രമുഖ പണ്ഡിതന്മാരാണ് ഈ സുപ്രധാന പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും മുൻനിർത്തി സൗദി ഭരണകൂടം ഏർപ്പെടുത്തിയ ഹജ്ജ് നിയന്ത്രണങ്ങൾക്ക് മതപരമായ വലിയ പ്രാധാന്യമുണ്ടെന്ന് പണ്ഡിത സഭ വ്യക്തമാക്കുന്നു. ഹജ്ജ് പെർമിറ്റ് അഥവാ തെസ്രീയില്ലാതെ പുണ്യഭൂമിയിലേക്ക് വരുന്നത് ഭരണാധികാരികളുടെ ഉത്തരവിനെ ലംഘിക്കലാണ്. ഇത് ഇസ്ലാമിക നിയമപ്രകാരം വലിയ പാപമാണെന്ന് കൌൺസിൽ ഓർമ്മിപ്പിച്ചു. സൗദി ഗ്രാൻഡ് മുഫ്തി ഉൾപ്പെടെ സഭയിലെ 19 പ്രമുഖ പണ്ഡിതന്മാരാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ്, ഷെയ്ഖ് സാലിഹ് ബിൻ ഫൌസാൻ, ഷെയ്ഖ് അബ്ദുള്ള ആലു ഷെയ്ഖ്, ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമൈദ് തുടങ്ങി ലോക പ്രശസ്തരായ പണ്ഡിതർ ഇതിൽ ഉൾപ്പെടുന്നു. ഹജ്ജ് പെർമിറ്റ് ലഭിക്കാത്തവർ ഹജ്ജ് നിർവഹിക്കാൻ ശേഷിയില്ലാത്തവരുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഇസ്ലാമിലെ 5ാം കടമയായ ഹജ്ജ് നിർബന്ധമാകാൻ ശാരീരികവും സാമ്പത്തികവുമായ ശേഷിയോടൊപ്പം നിയമപരമായ അനുമതിയും വേണമെന്ന് ഇവർ വ്യക്തമാക്കുന്നു. പെർമിറ്റ് ഇല്ലാതെ ഹജ്ജിനെത്തുന്നത് വലിയ തിരക്കിനും തിക്കും മൂലമുള്ള അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മറ്റൊരാളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഇത്തരം പ്രവർത്തികൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ആഭ്യന്തര മന്ത്രാലയം, ഹജ്ജുംറ മന്ത്രാലയം എന്നിവർ സമർപ്പിച്ച സുരക്ഷാ സേവന റിപ്പോർട്ടുകൾ വിശദമായി പഠിച്ച ശേഷമാണ് കൌൺസിൽ ഈ തീരുമാനമെടുത്തത്. വിശ്വാസികൾ ഹജ്ജിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും ഭരണകൂടത്തിന്റെ ക്രമീകരണങ്ങളോട് സഹകരിച്ച് സമാധാനപരമായ അന്തരീക്ഷത്തിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. പുതുഹൃദയത്തിന്റെ സ്പന്ദനവുമായി അമാന വീണ്ടും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ചുവടുവയ്ക്കും. ദുബായിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അമാനയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു വിജയകരമായ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. മലപ്പുറം ചങ്ങരംകുളം സ്വദേശികളായ മനോജിന്റെയും നിഷിതയുടെയും മകളായ അമാനയ്ക്ക് 5 വർഷങ്ങൾക്ക് മുൻപാണ് ഹൃദയ സംബന്ധമായ തകരാർ കണ്ടെത്തിയത്. ഹൃദയത്തിന്റെ വലതുവശത്തെ അറകൾ ക്രമാതീതമായി വികസിക്കുന്നതായിരുന്നു അസുഖം. 5 വർഷത്തോളം മരുന്നുകൾ കൊണ്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഹൃദയം മാറ്റിവയ്ക്കലാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാർ സംവിധാനമായ കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്തു. അതിനിടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കിളിമാനൂർ സ്വദേശിയായ ജയകുമാറിന്റെ ഹൃദയം അമാനയ്ക്ക് പുതുജീവനേകിയത്. ഏപ്രിൽ 9 ഡോക്ടർ ജീവേഷ് തോമസ്, ഡോക്ടർ ജോ ജോസഫ്, ഡോക്ടർ അരുൺ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം തിരുവനന്തപുരത്തു നിന്നും ഹൃദയവുമായി പുറപ്പെട്ട് 1 മണിക്കൂർ കൊണ്ട് ലിസി ആശുപത്രിയിലെത്തി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. അമാനയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. എല്ലാം നന്നായിരുന്നു. ഷീസ് എ സ്ട്രോങ് ഗേൾ. അന്ന് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ പേരൻസുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേജസിലും അവരും ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ആശുപത്രി MD ഫാദർ പോൾ കരടിന്റെ നേതൃത്വത്തിൽ മധുരം പങ്കിട്ടാണ് അമാനയെ ആശുപത്രിയിൽ നിന്നും യാത്രയാക്കിയത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടുന്നു. അതിനായിട്ടുള്ള ഡോണർക്കും ആ ഡോണറിന്റെ ഫാമിലിക്കുമായിരുന്നു ഒരു വലിയൊരു താങ്ക് യു. അമാനയുടേതുൾപ്പെടെ ലിസി ആശുപത്രിയിലെ 32ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് പൂർത്തിയാക്കിയത്. 9 തവണയും വ്യോമമാർഗമായിരുന്നു ഹൃദയം ആശുപത്രിയിലെത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, 24.
ഡ്രൈവറില്ല ടാക്സികൾ ദുബായ് റോഡുകളിൽ സജ്ജമായി കഴിഞ്ഞു. ഒരു റൈഡ് പോയാലോ? ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ അരികിലാണ്. ഇന്നൊരു പ്രത്യേക തരം യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദുബായിൽ വന്നതിന് ശേഷം മെട്രോയിൽ യാത്ര ചെയ്തു, ബസ്സിൽ യാത്ര ചെയ്തു, ഒപ്പം തന്നെ അങ്ങനെ പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നത്തേതൊരു വെറൈറ്റിയാണ്. ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോണുകളിൽ അപ്പോളോ ഗോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഈ റൈഡ് ബുക്ക് ചെയ്യാൻ. അപ്പോളോ ഗോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ശേഷം നമ്മൾ ഓരോ റൈഡും എങ്ങനെയാണോ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻട്രി പോയിന്റും ഒപ്പം തന്നെ ഡ്രോപ്പ് ഓഫ് പോയിന്റും ഒക്കെ കൃത്യമായി അടിച്ചു കൊടുത്താൽ ഞൊടിയിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വാഹനം നമ്മളെ തേടിയെത്തും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റോബോ ടാക്സി വന്നിട്ടുണ്ട്. റോബോ ടാക്സിയിൽ ഒരു സഹായി ഉണ്ട്, പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല. നമ്മുടെ അവസാന 4 നമ്പർ, മൊബൈൽ നമ്പറിന്റെ അവസാന 4 അക്കം പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് അകത്ത് കയറാൻ കഴിയുള്ളൂ. കണ്ടല്ലോ, ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല, കാറ് മൂവ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി സെൻസറുകൾ ഉപയോഗിച്ച് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു 100 ദിവസം ട്രയൽ ചെയ്ത ശേഷം കൃത്യമായി വർക്കാകും എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ്, മൈനർ ആക്സിഡൻസ് പോലും ഇല്ല എന്നുള്ളത് 100% ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം പൂർത്തിയാക്കി റോബോ ടാക്സികൾ നിരത്തിലിറങ്ങിയത്. നമുക്ക് കാണാൻ കഴിയും, ആ സ്റ്റിയറിംഗിന്റെ മൂവ്മെന്റ് ഒക്കെ കൃത്യമായി കാണാൻ കഴിയും. ഒപ്പം തന്നെ മാപ്പ് ഉണ്ട്. നമ്മൾ ഈ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഹാൻഡ് റെസ്റ്റിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു സ്ലൈഡ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ സ്ലൈഡ് ചെയ്താൽ മാത്രമേ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുശേഷം പിന്നീട് നമ്മൾ ഒരു കമാൻഡും കൊടുക്കേണ്ട, കൃത്യമായി ഓരോന്നും സെൻസർ ചെയ്ത് വാഹനം മുന്നോട്ട് പോകും, കാർ മുന്നോട്ട് പോകും. നമുക്ക് ഒരു തരത്തിലും പേടിക്കേണ്ട ഒന്നുമില്ല. കാരണം ഒരു ഡ്രൈവർ എങ്ങനെയാണോ സൂക്ഷ്മതയോടെ വാഹനം ഓടിക്കുന്നത്, അതിലും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും 100 കണക്കിന് ടാക്സികളാണ് ഇത്തരത്തിൽ ഈ റോബോ ടാക്സികൾ ഇവിടെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനി ഏതാണ്ട് ദുബായിയുടെ ആകെ ഈ മോട്ടോറുകളിൽ ഏതാണ്ട് 23% റോബോ ടാക്സികൾ അല്ലെങ്കിൽ ഡ്രൈവർലെസ് ടാക്സികളായി മാറും എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് മാറാൻ ഇനി വളരെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ദുബായിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഒരു ഇടതടവുമില്ലാതെ, ഒരാശങ്കയും ഇല്ലാതെയാണ് ഈ ഡ്രൈവിംഗ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. ഒരു തരത്തിലും ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല. ടാക്സി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് 70 കിലോമീറ്റർ സ്പീഡിലാണ്. സ്ഥിരമായി 60-70 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ മുന്നോട്ട് പോകാറുണ്ട്. ഇനി മുന്നിൽ വാഹനം ഉണ്ടെങ്കിൽ അത് കൃത്യമായി സെൻസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കാറുണ്ട്, വളവൊക്കെ കൃത്യമായി തിരിയാറുണ്ട്. അങ്ങനെ എല്ലാം പക്ക ഒരു പ്രൊഫഷണൽ ഡ്രൈവർ എങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായ നിയമങ്ങളൊക്കെയും പാലിച്ച് വാഹനം മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ സിഗ്നൽ റെഡ് ആണ്. ഇതുപോലെ സിഗ്നലുകളിൽ ഉണ്ടാകുന്ന മാറ്റം, റോഡുകളിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള മാറ്റം, അതിനൊക്കെയും അതേ പോയിന്റിൽ തന്നെ സെൻസ് ചെയ്ത് അതിനനുസരിച്ച് ഈ വാഹനം ഓടുന്നതിലും നിൽക്കുന്നതിലുമൊക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. അതിൻ്റെ വേഗതയിൽ മാറ്റം വരാറുണ്ട്. എന്തായാലും ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇതിലിങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. സെൻസേഴ്സ്, ക്യാമറ, ലിഡാർ, ഒപ്പം തന്നെ AI, ഇതിൻ്റെ ഒക്കെയും ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഈ റോബോ ടാക്സിയുടെ വർക്കിങ്ങിന് പിന്നിൽ.
നമ്മുടെ ഈ ഹാൻഡ് റെസ്റ്റിൽ തന്നെ നമുക്ക് ഈ വെഹിക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഒപ്പം തന്നെ നമ്മുടെ ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്, ഒപ്പം നമ്മുടെ വാഹനത്തിന്റെ വേഗത അറിയാൻ കഴിയും, റൂട്ട് ഇനി എത്ര സമയമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സെറ്റിങ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ ഹാൻഡ് റെസ്റ്റിൽ തന്നെ 3 ഓപ്ഷനുകളിലായിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി റൈഡായിരുന്നു. ഒരു തരത്തിലും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരു ഡ്രൈവർ എങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ യാത്ര. ഒട്ടും പേടിയില്ലാതെ എൻ്റെ അടുത്തിരുന്ന ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും പ്രവാസികൾക്ക് ആശ്വാസമായി ABC കാർഗോ. ഈദ് സ്പെഷ്യൽ സർവീസ് ഉണ്ടാകുമെന്ന് ABC കാർഗോ അറിയിച്ചു. അവശ്യ സാധനങ്ങൾ വേഗത്തിലും സുരക്ഷിതവുമായി എത്തിക്കും. സംഘർഷ സമയത്തും ഇടതടവില്ലാത്ത സേവനമാണ് ABC കാർഗോ നടത്തിയത് എന്ന് ജനറൽ മാനേജർ നിഷാദ് മുഹമ്മദ് പറഞ്ഞു. ഈദ് ആഘോഷങ്ങൾക്കായി ലോകമൊരുങ്ങുമ്പോൾ പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും ഒരുപോലെ ആശ്വാസമായി മാറുകയാണ് GCCയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോയുടെ പ്രത്യേക പെരുന്നാൾ സേവനങ്ങൾ. പെരുന്നാൾ സമ്മാനങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് വേഗത്തിലും സുരക്ഷിതമായും എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ABC കാർഗോ ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളോടനുബന്ധിച്ച് ഉയരുന്ന ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലും സേവനങ്ങളുടെ സ്ഥിരതയും ഉറപ്പാക്കിയാണ് ABC കാർഗോയുടെ പ്രവർത്തനം. അതിവേഗവും സുരക്ഷിതവുമായ ഡെലിവറിക്കായി എല്ലാ ആധുനിക സൗകര്യങ്ങളും കമ്പനി സജ്ജമാക്കിയിട്ടുണ്ട്. ഡോർ ടു ഡോർ ഡെലിവറി, ഓൺലൈൻ ബുക്കിംഗ്, എളുപ്പത്തിലുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങൾ എന്നിവയോടൊപ്പം കാര്യക്ഷമമായ ക്ലിയറൻസ് സംവിധാനവും വിപുലമായ വാഹന ശൃംഖലയും പരിശീലനം നേടിയ ജീവനക്കാരും ABC കാർഗോയെ വേറിട്ട് നിർത്തുന്നു. പെരുന്നാളിന് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെയും പൂർത്തിയായതായി ABC കാർഗോ ആൻഡ് കൊറിയർ ജനറൽ മാനേജർ നിഷാദ് മുഹമ്മദ് പറഞ്ഞു. ഇപ്രാവശ്യത്തെ പെരുന്നാൾ പലർക്കും പല അനുഭവമായിരിക്കും കൊടുക്കുക. പക്ഷേ എല്ലാവർക്കും നല്ല അനുഭവം തന്നെ വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പെരുന്നാൾ വരുന്നതിൻ്റെ കൂടെ തന്നെ സ്കൂൾ അവധി, അതുപോലെ പല ഒക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിൻ്റെ ഒരു കുറച്ച് ബാക്ക്ലോഗ്സ്. അപ്പം എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമറുടെ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കണക്ഷൻസും ഫോർവേഡിങ്സും ഒക്കെ അറേഞ്ച് ആവാനുണ്ട്. ബട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ പുരോഗമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രാവർത്തികമാകുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലുള്ള കൺസ്യൂമേഴ്സ് എല്ലാം അപ് ടു ദി കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ഫ്ലോ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ പ്രീ പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ്. ഈദ് സീസണോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള വർദ്ധിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് രാത്രി വൈകിയും പ്രവർത്തന സജ്ജമാണെന്നും ഇന്ത്യയിലെ ഡെലിവറി സേവനങ്ങൾ കൂടുതൽ സമയം ലഭ്യമാക്കുന്നതായും മാനേജ്മെന്റ് വ്യക്തമാക്കി. 24 ദുബായ്. സൗദിയിലെ ദമാമിൽ +1 വിദ്യാർത്ഥി ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. ദമാം അൽമുന ഇന്റർനാഷണൽ സ്കൂൾ +1 വിദ്യാർത്ഥി കർണാടക മോഡ്പിത്രി കോട്ടെബഗ്ലു സ്വദേശി മുഹമ്മദ് റയാനാണ് മരിച്ചത്. CBSE സ്കൂൾ സോണൽ തല മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വേൾഡ് മലയാളി കൗൺസിൽ അൽ ഖോബാർ പ്രൊവിൻസ് 10ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിന്റെ കവർ പ്രകാശനം ചെയ്തു. പ്രവിശ്യയിലെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യരംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ സെക്രട്ടറി ജനറൽ മൂസക്കോയ ആണ് സുവനീർ പ്രകാശനം ചെയ്തത്. സർപ്പ് എന്ന പേരിൽ സുവനീർ ഉടൻ പുറത്തിറങ്ങുമെന്ന് സുവനീർ കൺവീനർ അഷ്റഫ് ആലുവ പറഞ്ഞു. പ്രസിഡന്റ് ഷമീം കാട്ടാക്കട അധ്യക്ഷനായിരുന്നു. സാജിദ് ആറാട്ടുപുഴ, മുരളി ഊട്ടുംകളം നായർ, മാലിക്, മക്ബൂൽ, നൌഷാദ് ഇരിക്കൂർ എന്നിവർ ആശംസകൾ നേർന്നു. മലപ്പുറം തിരൂർ കാട്ടിപ്പറമ്പിൽ കൃഷ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം തിരൂർ വെട്ടത്തെ വീട്ടുവളപ്പിൽ നടന്നു. വാസുദേവൻ, ബാബു, ബീന, വിജയൻ, സിന്ധു, സുനി, ശോഭ എന്നിവർ മക്കളാണ്. 24 കോഴിക്കോട് പ്രതിനിധി ദിലിഷ തിലകൻ കൊച്ചുമകളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.